നമസ്കാരം. ഇന്ന് നമ്മൾ പ്രപഞ്ചത്തിലെ അപൂർവവും എന്നാൽ അത്യാവശ്യവുമായ ഒരു വാതകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിറമില്ലാത്ത, മണമില്ലാത്ത, പ്രപഞ്ചത്തിലെ രണ്ടാമത്തെ മൂലകം, അതെ, ഹീലിയം. ഈ ഡോക്യുമെന്ററിയിലൂടെ ദൂരെ സൂര്യനിൽ തുടങ്ങി ഭൂമിയുടെ അടിത്തട്ടിലും ആധുനിക ശാസ്ത്രീയ വിദ്യയുടെ അതിരുകളിലും എത്തിനിൽക്കുന്ന ഇതിന്റെ ചരിത്രവും കണ്ടെത്തലുകളും ഉപയോഗങ്ങളും നമുക്ക് പരിശോധിക്കാം. ഹീലിയത്തിന്റെ കണ്ടെത്തൽ തന്നെ രസകരമാണ്. 1868 സൂര്യഗ്രഹണ സമയത്ത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ജൂൾസ് ജാൻസണും ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ നോർമൻ ലോക്കിയറും ചേർന്നാണ് സൂര്യന്റെ പ്രകാശവലയത്തിൽ അജ്ഞാതമായ ഒരു മഞ്ഞരേഖ കണ്ടെത്തുന്നത്. സൂര്യന്റെ ഗ്രീക്ക് നാമമായ ഹീലിയോസ് എന്നതിൽ നിന്ന് ലോക്കിയർ ഇതിനെ ഹീലിയം എന്ന് വിളിച്ചു. വർഷങ്ങൾക്ക് ശേഷമാണ് ഭൂമിയിലും ഇതിന്റെ സാന്നിധ്യമുണ്ടെന്ന് രാസശാസ്ത്രജ്ഞനായ വില്യം റാംസെ തെളിയിക്കുന്നത്. പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഹീലിയമാണ്. എന്നാൽ ഭൂമിയിൽ ഇത് അപൂർവമാണ്. യുറേനിയം പോലുള്ള റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുടെ തകർച്ച മൂലമുണ്ടാകുന്ന ഹീലിയം സാധാരണയായി പ്രകൃതിവാതക നിക്ഷേപങ്ങൾക്കിടയിലാണ് കുടുങ്ങിക്കിടക്കുക. അവിടെ നിന്നാണ് ഇത് വേർതിരിച്ചെടുക്കുന്നത്. ഖനനം വഴി തീർന്നുപോകാൻ സാധ്യതയുള്ളൊരു വിഭവമാണ് ഹീലിയം. ഹീലിയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ബലൂണുകളാണ്. വായുവിനേക്കാൾ ഭാരം കുറവായതിനാലാണ് ബലൂണുകൾ പറപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഉപയോഗങ്ങൾ അവിടെയൊന്നും തീരുന്നില്ല. ആശുപത്രികളിലെ MRI സ്കാനിംഗ് മെഷീനുകളിലെ കാന്തങ്ങൾ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ദ്രാവക ഹീലിയം വൈദ്യശാസ്ത്ര രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു. റോക്കറ്റ് വിക്ഷേപണം, ഡീപ് സീ ഡൈവിംഗ്, സെമി കണ്ടക്ടർ നിർമ്മാണം തുടങ്ങിയ മേഖലകളിലും ഹീലിയം അത്യന്താപേക്ഷിതമാണ്. കടലിന്റെ അടിയിലെ സാധ്യതകൾ. ഡീപ് സീ ഡൈവിംഗിൽ ഹീലിയം വളരെ പ്രധാനമാണ്. സാധാരണ വായു ഉപയോഗിക്കുമ്പോൾ ആഴങ്ങളിൽ നൈട്രജൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ ഹീലിയം മിക്സ് ചെയ്ത ഓക്സിജൻ ഉപയോഗിക്കുന്നത് വഴി ഡൈവർമാർക്ക് കൂടുതൽ സുരക്ഷിതമായി ദീർഘനേരം താഴെ തുടരാൻ കഴിയും. ഇത് ഡൈവിംഗ് രോഗങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു. ഒരു പ്രധാന കാര്യം, പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഹീലിയമാണ്. നക്ഷത്രങ്ങളുടെ തിളക്കത്തിനും ഊർജ്ജത്തിനും കാരണം ഈ വാതകമാണ്. അന്യഗ്രഹങ്ങളിൽ ജീവന്റെ സാന്നിധ്യമുണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ ഹീലിയത്തിന്റെ അളവ് പരിശോധിക്കാറുണ്ട്. അതുകൊണ്ട് ഭാവിയിലെ ബഹിരാകാശ ഗവേഷണങ്ങളിലും ഹീലിയത്തിന് വലിയ പങ്കുണ്ട്. ഭാവിയിലെ സാധ്യതകൾ. ഹീലിയം ഒരു പുതുക്കാവുന്ന ഉറവിടമല്ല. ഒരിക്കലത് തീർന്നുപോയാൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശാസ്ത്രജ്ഞർ ഹീലിയം കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാനും പാഴാകാതെ നോക്കാനും ശ്രമിക്കുന്നുണ്ട്. കൂടാതെ ആണവ സംയോജനം പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനും ഹീലിയം ഉപയോഗിക്കാൻ പറ്റിയേക്കാം. ഇത് ഭാവിയിൽ മലിനീകരണം കുറഞ്ഞ ഒരു ലോകം നമുക്ക് നൽകിയേക്കാം. MRI ഇമേജുകളിൽ. MRI മെഷീനുകൾ പ്രവർത്തിക്കുമ്പോൾ വളരെ ശക്തമായ കാന്തിക മണ്ഡലങ്ങളാണ് ഉണ്ടാവുന്നത്. ഈ കാന്തങ്ങൾ ചിലപ്പോൾ വളരെ ചൂടാവും. ആ ചൂട് കുറയ്ക്കാനും കാന്തങ്ങൾ തകരാറിലാവാതെ സംരക്ഷിക്കാനും വേണ്ടിയാണ് നമ്മൾ ദ്രാവക ഹീലിയം ഉപയോഗിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ താപനിലയിലുള്ള ഹീലിയം ആ കാന്തങ്ങളെ തണുപ്പിച്ച് മെഷീൻ സുഗമമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് MRI സ്കാൻ വഴി ശരീരത്തിനുള്ളിലെ പല അസുഖങ്ങളും വ്യക്തമായി കണ്ടെത്താൻ കഴിയുന്നത്. സത്യം പറഞ്ഞാൽ ഹീലിയം ഒരു നിഷ്ക്രിയ വാതകമായതുകൊണ്ട് മറ്റു മൂലകങ്ങളെപ്പോലെ പല രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തി പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ ദ്രാവക ഹീലിയത്തിന്റെ കുറഞ്ഞ താപനില ഉപയോഗിച്ച് സൂപ്പർ കണ്ടക്ടിവിറ്റി പോലുള്ള പുതിയ ശാസ്ത്രീയ ഗവേഷണങ്ങളിലും അതുപോലെ ഭാവിയിലെ ആണവ സംയോജന റിയാക്ടറുകൾക്കുള്ള ഇന്ധനമായിട്ടും ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ചന്ദ്രനിൽ സമൃദ്ധമായ ഹീലിയം 3 എന്ന ഐസോടോപ്പ് ഖനനം ചെയ്ത് ഭൂമിയിലെത്തിച്ചാൽ നമ്മുടെ ഊർജ്ജ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയേക്കാമെന്നും ശാസ്ത്രജ്ഞർ കരുതുന്നു. ഇതൊക്കെ ഭാവിയിലെ വലിയ ആശയങ്ങളാണ്. അപ്പോൾ സൂര്യനിൽ തുടങ്ങി ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അത്ഭുതങ്ങൾ വരെ എത്തിനിൽക്കുന്ന ഒരു വലിയ യാത്രയാണ് ഹീലിയത്തിന് പറയാനുള്ളത്. ലളിതമായ ഉപയോഗങ്ങൾ മുതൽ സങ്കീർണമായ ശാസ്ത്രീയ ഗവേഷണങ്ങൾ വരെ നീളുന്ന ഇതിന്റെ പ്രാധാന്യം ഹീലിയം എന്ന നിഷ്ക്രിയ വാതകത്തെ നമ്മുടെ ജീവിതത്തിലെ സജീവമായ ഒരു സാന്നിധ്യമാക്കി മാറ്റുന്നു.